ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ട്രിപ്പ് പോയി വന്നാലോ? നമ്മൾ രാവിലെ 4 പേര് അങ്ങ് എണീച്ച് ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. അവിടെ ചെന്ന് നമ്മൾ എവിടെ പോകണമെന്ന് അങ്ങനെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ക്യാബെല്ലാം ബുക്ക് ചെയ്ത് ലാസ്റ്റ് ലേറ്റായി പോയി ഗൈസ്. പിന്നെ നമ്മളെ ടെൻഷൻ ഇനിയിപ്പോൾ ട്രെയിൻ കിട്ടുമോ ആവോ എന്നൊരു ടെൻഷനായിപ്പോയി. പിന്നെ നമ്മളുടെ ഡ്രൈവർ അങ്കിൾ അടിപൊളിയായിട്ട് നമ്മൾ 5 മിനിറ്റ് മുൻപേ എത്തി. ശരിക്കും അങ്ങനെ എത്താനൊരു വഴിയില്ലായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെയല്ലോ എത്തി ഗൈസ്. നമ്മൾ എത്തുന്നതും നമ്മുടെ ട്രെയിൻ എത്തുന്നതും എല്ലാം ഒരേ ടൈമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നല്ല ബിസി ആയിരുന്നു, എവിടെയും സ്ഥലം ഉണ്ടായിട്ട് ലാസ്റ്റ് ഏതോ ഒരു കോച്ച് കയറി ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അപ്പം ഞാനും ജിസി ഒരുമിച്ചിരുന്നു. അത് ലേച്ചു ശില്പിച്ചാണെങ്കിൽ ലൈക്ക് സെപ്പറേറ്റ് വേറെ ഒരു സീറ്റിലിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ തിരക്കലൊന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ തൊട്ട് ഓപ്പോസിറ്റില്ലേ ഒരു സീറ്റിൽ ലൈക്ക് നമ്മൾ മാറി. അതാകുമ്പോൾ നമുക്ക് തമ്മിൽ നല്ലോണം സംസാരിക്കില്ല ഗായ്സ്. അങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ച് ലാസ്റ്റ് നമുക്ക് വിശന്നു. അങ്ങനെ ജിസി ആണെങ്കിൽ ജിസ ഉണ്ടാക്കിയ ബ്രൗണി കേക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേര് ഇരുന്നത് കഴിച്ചു. എൻ്റെ ബർത്ത്ഡേക്ക് ജിസ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേക്ക്. പറഞ്ഞിട്ട് എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷം നമ്മൾ നേരെ മാഞ്ചസ്റ്ററിലേക്ക് എത്തി. എവിടെ എത്തിയിട്ട് ഇനി എവിടെ പോകണമെന്നൊരു ധാരണയില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങണമല്ലോ. അങ്ങനെ എക്സിറ്റ് റൂട്ട് നമ്മളിങ്ങനെ നോക്കി നടന്നു. ക്ലാസ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ശില്പിച്ച് പറഞ്ഞു നമുക്ക് എല്ലാവരും പോകുന്ന പോലെ അവർ ഒരുമിച്ച് തന്നെ പോവാം, എവിടെയെങ്കിലും എത്തായിരിക്കുന്നില്ല രീതിയിൽ എല്ലാവരും പോകുന്നത്. നമ്മളങ്ങനെ ഒരുമിച്ച് ആ ഒരു ഫ്ലോയിൽ നടന്നു. വെറുതെ നടക്കുന്നുണ്ട്. നാടോടികളാണ് നാടോടികൾ. ഏതിലെ പോകണം എവിടെ പോകണം ഒന്നും അറിയാതെ ഞങ്ങൾ മാഞ്ചസ്റ്റർ വന്നിരിക്കുകയാണ്. നമുക്ക് എവിടെ പോകണം അറിയില്ല. ഇത് നല്ല അടിപൊളി ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു ജിസ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ സൺഡേ ആയിട്ട് അടിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഇത് റിയൽ ആയിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഗൈസ്. ഞാൻ ശരിക്കും അത് അവിടെ വെറുതെ വെച്ചതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ശില്പിച്ചാൽ പറഞ്ഞത് റിയൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ലൈക്ക് ഒരു പെൺകുട്ടിയാണ് ചിക്കു എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നല്ല പുറത്ത് നല്ല ചൂടായിട്ട് AC കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ ഒരു മോളിൽ വന്നു. ഇത് വേണോ അത് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിനിമ കണ്ടാലോ എന്നില്ലൊരു തോട്ടുണ്ടായി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു സിനിമയില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച് നേരെ പിന്നെ ഫുഡ് കഴിക്കാം, എന്തായാലും ഇത്ര നടന്നില്ല, നല്ല വിശന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി. അവിടെയെല്ലാം നല്ലൊരു അടിപൊളി പോകുന്ന ഏരിയ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത്ര വലിയൊരു ബിസി ഉണ്ട്, ക്രൗഡ് ആയിരുന്നില്ല ആ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ മെനു ആണെങ്കിൽ വലിയൊരു മെനു ആയിരുന്നു. എനിക്കങ്ങനെ നോക്കിയിട്ട് വലിയൊരു ഒന്നും കത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ജിസിയും ശില്പിച്ചും മുന്നേ വന്നുകൊണ്ട് അവർ 2 പേരും കൂടി ഒരു 4 നല്ലൊരു ഫുഡ് ഡിഷ് അവർ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാംഗോൻ്റെ ഒരു പച്ച ഒരു റൈപ്പ് ബോത്ത് ഫ്ലേവർ വരുന്നൊരു ടേസ്റ്റുള്ളൊരു ജ്യൂസും കൂടി പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ചിക്കൻ പാഡ്തായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ജിസിയും അതുലേച്ചും ഒരു കൊറിയൻ ടൈപ്പ് ഒരു ന്യൂഡിൽസ് വരുന്ന പോലത്തെ ഒരു ബൗളിൽ ഒരു ഇതായിരുന്നു പറഞ്ഞത്. എനിക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ശില്പിച്ചാണെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ടില്ല നല്ല ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് എല്ലാത്തിലും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡിഷ് ലൈക്ക് ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു തീർന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് കയറില്ല വലിയൊരു ടാസ്ക് ആയിരുന്നു. വയറ് നിറഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ നമ്മളൊന്ന് ടോയ്ലറ്റിലെല്ലാം പോയി വീണ്ടും ടച്ചപ്പ് എല്ലാം ചെയ്ത് നമ്മൾ നേരെ ഗാർഡനിൽ പോയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാനിരുന്നു ഗൈസ്.
അങ്ങനെ ആടുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ജിസൊക്കെ ഇവിടുന്ന് ഫോട്ടോ കൊടുത്തു. ഓളെ ഡ്രസ്സിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ആടാണെങ്കിൽ ചൂടായിട്ട് തോന്നുന്നു പിള്ളേരെല്ലാം ഇങ്ങനെ അവിടെ കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, അവിടെ തകർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മ്യൂസിക് ബാൻഡെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ പാട്ടെല്ലാം കേട്ട് ഫോട്ടോ എല്ലാം എടുത്ത് അവർ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഒരു 3:30 ആകുമ്പോൾ തിരിച്ച് റിട്ടേൺ പോയി. ഒരു ഹാഫ് ആൻ അവർ തോറും ട്രെയിൻ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഏകദേശം ഡെഡായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.